പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചു. ഇവയെ തിരികെ വനത്തിലേക്ക് വിടാൻ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് കുറെ ദിവസങ്ങളായി ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. ഇപ്പോഴും ആനശല്യം ഇവിടെ മൊത്തം ഉണ്ട്. ഇവിടെ അങ്ങോട്ട് എൻ്റെ പൊന്നി തറ അങ്ങോട്ട് മാറി നോക്കിയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് ഇവിടെ ഇല്ല, അല്ലാതെ മൊത്തം ഇവിടെ ആനയായിരുന്നു. സാറ് അങ്ങോട്ട് ഇറങ്ങി നോക്കുക, അപ്പുറത്തെ ചാനലിൻ്റെ അവിടെ ആന. പത്തനാപുരം, പിറവന്തൂർ മേഖലകളിലെ ജനവാസ മേഖലകളിലാണ് കാട്ടാനകൾ തമ്പടിച്ചിട്ടുള്ളത്. ആനകളെ റിസർവ് വനത്തിലേക്ക് തിരികെ കയറ്റിവിടുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവ് പരാജയപ്പെട്ടു. കറവൂർ, കാരിക്കുഴി, ആനക്കുളം ജനവാസ മേഖലകളിലാണ് കുറെ ദിവസങ്ങളായി ആനകൾ തമ്പടിച്ചിട്ടുള്ളത്. 2 കൊമ്പൻ ഉൾപ്പെടെ 4 ആനകളെ കറവൂർ, കാരിക്കുഴിയിൽ വനപാലകരും നാട്ടുകാരും കണ്ടെത്തി പടക്കം പൊട്ടിച്ച് വനമേഖലയിലേക്ക് പായിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആനകൾ തിരിഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. വരും ദിവസങ്ങളിലും ആനകളെ നിരീക്ഷിച്ച് ജനവാസ മേഖലയിൽ നിന്ന് വനത്തിലേക്ക് കയറ്റിവിടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ജ്യോതികുമാർ ചാമക്കാല MLA പറഞ്ഞു. ഇവിടെ ഈ കറവൂർ പ്രദേശത്ത് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ വളരെ തുടർച്ചയായി വരികയും ജനജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അവ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഈ ആനകളെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ഇവിടെ ഈ അല്ലിമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന കറവൂരിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഉള്ള ഏകദേശം 70 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള വനം. ഇതിന്റെ ചുറ്റുപാടും ഇതിന്റെ 4 വശങ്ങളിലും ജനവാസ മേഖലയാണ്. ആകെപ്പാടെ ഇതിന്റെ ചെറിയൊരു ഓപ്പണിംഗ് മാത്രമാണ് ഉൾവനത്തിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് കിടക്കാനുള്ളത്. ആ ഓപ്പണിങ്ങിലൂടെയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ 2 ആനകൾ ഈ ഒറ്റപ്പെട്ട ഈ പ്രദേശത്തേക്ക് ഉൾവനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിനെ ഏത് വഴിയിലൂടെയാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അതേ വഴിയിലൂടെ തന്നെ ഉൾവനത്തിലേക്ക് മടക്കി അയക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു വശം. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അലിമുക്ക്, അച്ചൻകോവിൽ പാതയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. DFO YM ഷാജികുമാർ, ജ്യോതികുമാർ ചാമക്കാല MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കൃഷ്ണ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ, ജനപ്രതിനിധികൾ, വനംവകുപ്പ്, റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാസേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർമാർ എന്നിവരാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായത്. ഇന്ന് നമ്മൾ ആന ദൗത്യം രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. പക്ഷെ ആനയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും അത് ലൊക്കേറ്റ് ചെയ്തിട്ട് കൂടുതൽ ടീമുമായിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്തെങ്കിലും നമുക്കിപ്പോൾ അതിപ്പോൾ നമ്മളെ കൺവട്ടത്തിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെ നിർത്തുന്നതാണ്. ശരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ 2-3 ദിവസം അതിനെ വാച്ച് ചെയ്തതിന് ശേഷം 25th ഏർലി മോർണിംഗിൽ വീണ്ടും ഈ ആനദൗത്യം പുനരാരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.